വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഞാൻ ജിബിൻ ഷഫീൽ. ഇന്ന് ഡിഫറെൻറ്റ് ഫാബ്രിക്കിലുള്ള സാരീസ് ആട്ടോ ഇന്നത്തെ വീഡിയോയിലും വരുന്നത്. നമുക്ക് സെമി പാർട്ടി വെയർ ആയിട്ട് വർക്ക് വെയർ ആയിട്ട് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് വരുന്നുണ്ടായിരുന്നു. എല്ലാ സാരീസും നമുക്ക് ഓൺലൈനാണ് പർച്ചേസ് ചെയ്യേണ്ടത്. ക്ലൗഡ് ഡിസൈൻസ് ഒരു ഓൺലൈൻ സ്റ്റോറാണ്. വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റിൽ ലിങ്ക് വരുന്നത് clouddesigns.com ആണ്. എന്ത് ഡൗട്ട് വന്നാലും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. 9947135468 ആണ് വാട്സാപ്പ് നമ്പർ. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ യൂഷ്വലി വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. രാവിലെ 10:30 മണിക്കായിരിക്കും വീഡിയോ വരുന്നത്. സെയിം ടൈം തന്നെയായിരിക്കും നമ്മൾ ആ വീഡിയോയിലെ സാരീസ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. എക്സ്ട്രാ കൊറിയർ ചാർജോ ഹിഡൻ ചാർജോ ഒന്നും തന്നെയില്ല. നമ്മൾ ഏത് പ്രൈസാണോ വീഡിയോയിൽ കാണിക്കുന്നത് അതേ പ്രൈസിലായിരിക്കും സാരീസ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഇന്റർനാഷണൽ ഷിപ്പിങ്ങിന് മാത്രമേ നമ്മൾ എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ സാരീസ് വരുന്നത് സിൽക്കി കോട്ടയാണ്. സിൽക്കി കോട്ടയിൽ നല്ലൊരു റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കിലും വാട്ടർഫോൾ സ്വീക്കൻസ് വർക്കിലായിരിക്കും ബോർഡേഴ്സ് വരുന്നത്. ബോഡി വരുന്ന പോൾക്കാർഡ് ഡിസൈനിലാണ് വരുന്നത്. ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ. ബ്ലാക്കിൽ നല്ലൊരു ലാവൻഡർ പിങ്ക് ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ലാവൻഡർ പിങ്കിലുള്ള പോൾക്കാർഡ് ഡിസൈൻസ് വരുന്നുണ്ട്. ഞാൻ ക്ലോസർ വ്യൂ കാണിക്കാം. സാരി ഈ ഒരു പാറ്റേണിലായിരിക്കും സാരി വരുന്നത്. പോൾക്കാർഡ് ഡോട്ട് വരുന്നുണ്ട്. ലാവൻഡർ പിങ്കിലുള്ള പോൾക്കാർഡ് ഡോട്ട് വന്നിട്ട് ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. അതിലും രണ്ട് എഡ്ജിലും വരുന്നത് വാട്ടർഫോൾ സ്വീക്കൻസ് വർക്ക് ആയിരിക്കും. മിഡിൽ നല്ല തിക്കായിട്ട് ഒരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു എഡ്ജിലും വാട്ടർഫോൾ സ്വീക്കൻസ് വർക്ക് വരും, മറ്റേ എഡ്ജിലും വരും. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഒരു 2 ഇഞ്ച് ഗ്യാപ്പിലായിരിക്കും സ്വീക്കൻസ് വർക്ക് വരുന്നത് കേട്ടോ. രണ്ട് സൈഡും അപ്പോൾ ഒരു ലോവറും വരുന്നത് ഈ ഒരു പാറ്റേണിൽ തന്നെയുള്ള ബോർഡർ വരുന്നുണ്ട്. പല്ലും ഈ ഒരു സ്റ്റൈലായിരിക്കും. റണ്ണിങ് കുന്താണിയാണ് സാരിക്ക് വരുന്നത്. ഇതിന്റെ ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. സെയിം ടോണിൽ തന്നെ പ്ലെയിൻ വിത്ത് ഈ ഒരു എംബ്രോയിഡറി വർക്കിലുള്ള ബോർഡർ ആയിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. ബ്ലാക്ക് സിൽക്കി കോട്ടയിലെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് കോപ്പർ ടോൺ ആണ്. കോപ്പർ ടോണിലായിരിക്കും പോൾക്കാ ഡിസൈൻസ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും സാരിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ. ഇതായിരിക്കും വർക്ക് വരുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ്. ബോഡി ബോർഡറും ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. സ്മോൾ പോൾക്കാ ഡിസൈൻസ് ആയിരിക്കും ബ്ലാക്കിൽ കോപ്പർ ടോണിൽ. അതേ പാറ്റേണിൽ തന്നെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പിലായിരിക്കും വാട്ടർഫോൾ സ്വീക്കൻസ് വർക്കും ത്രെഡ് എംബ്രോയിഡറിയാണ് വരുന്നത്. ഇത് പ്രിന്റ് അല്ല കേട്ടോ, ഫുൾ എംബ്രോയിഡറി വർക്കും ക്രോഷ്യോ ലേസും വരുന്നുണ്ട്. എല്ലാ സാരീസിനും എഡ്ജിൽ വരുമ്പം അതേ ടോണിൽ തന്നെ ആയിരിക്കും ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്യുന്നത്. ഇതാണ് പാറ്റേൺ വരുന്നത് കേട്ടോ. വർക്കിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. സിൽക്കി കോട്ടയാണ് ഫാബ്രിക്. അറിയാലോ, ഒരു സെമി ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും സാരി. ട്രാൻസ്പെറൻസി അത്ര കൺസേൺ ആയിട്ടുള്ളവർക്കാണെങ്കിൽ നമുക്കൊരു കുറച്ചൊരു ലോങ് ബ്ലൗസ് ഇതിന് കൂടെ വരുന്നതും ബിഗ് ബ്ലൗസ് വരുന്നത് സെയിം ടോൺ തന്നെയാണ്. ബ്ലാക്ക് തന്നെയാണ് ബ്ലൗസ് വരുന്നത്. കുറച്ചൊരു ലെങ്തി ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് 1 ലെയറിൽ ഡ്രേപ്പ് ചെയ്യാം. അതല്ല നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ മാത്രമേ കുറച്ചൊരു ട്രാൻസ്പെറൻസിയുടെ പ്രശ്നം വരുന്നുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ലോങ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. കുന്താണി സെയിം തന്നെയാണ് കേട്ടോ. റണ്ണിങ് കുന്താണി തന്നെയാണ് വരുന്നത്. ഇതേ പാറ്റേണിൽ തന്നെയുള്ള പ്ലെയിൻ വിത്ത് ബോർഡർ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിൽ ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ഒരു പാച്ച് വർക്ക് പോലെ ആയിരിക്കും ബോർഡർ വരുന്നത്. അടുത്ത കോമ്പിനേഷൻ ഗ്രേ ആണ് വരുന്നത്. നല്ലൊരു പെൻസിൽ ഗ്രേ ആണ് കോമ്പിനേഷൻ. ബ്ലാക്ക് വിത്ത് പെൻസിൽ ഗ്രേ ആണ്. ഇതിൽ പോൾക്കാ ഡിസൈൻ തന്നെയാണ് കേട്ടോ. ബോഡി വരുന്നത് സെയിം പാറ്റേൺ. പോൾക്കാ ഡോട്ട് വന്നിട്ട് ഗ്രേയിലായിരിക്കും ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിട്ട് ത്രെഡ് എംബ്രോയിഡറിയിലായിരിക്കും ബോർഡർ വരുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ്. മുന്താണി വരുന്നത് അതേ പാറ്റേണിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണി. ബ്ലൗസ് മെറ്റീരിയൽ റണ്ണിങ് ആണ് വരുന്നത്. പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് ബ്ലൗസ് വരുന്നത്. രണ്ട് ഇത് വരുന്നുണ്ട് കേട്ടോ. 2 എഡ്ജിലും ഇതേ വർക്ക് വരുന്നുണ്ട് ബ്ലൗസ് മെറ്റീരിയലിൽ. അടുത്ത സാരി വരുന്നത് റിവേഴ്സ് പാറ്റേണിലാണ് വരുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് ബോഡി വരുന്നത് പോൾക്കാ ഡോട്ടിലും ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരുന്നു. ഇനി നേരെ തിരിച്ചാണ്. ബോഡി വരുന്നത് പ്ലെയിൻ ആണ്, ബ്ലൗസ് വരുമ്പോൾ പോൾക്കാ ഡിസൈനിലാക്കി വരുന്നത്. ഫാബ്രിക് സെയിം തന്നെ കേട്ടോ. സിൽക്കി കോട്ട തന്നെ ഫാബ്രിക്. ലാവൻഡർ പിങ്ക് ആണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. വാട്ടർഫോൾ സ്വീക്കൻസ് വർക്ക് വന്നിട്ട് ക്രോഷ്യോ ലേസ് ആയിരിക്കും ബോർഡറിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതിന് ബ്ലൗസ് കൂടി ഞാൻ ക്ലോസറിൽ കാണിക്കാം. ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേൺ ആട്ടോ. പോൾക്കായിലാണ്. പോൾക്കാ ഡോട്ടിൽ വിത്ത് ബോർഡർ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. ഒരു മുൻപത്തെ സാരീസിന് തന്നെ റിവേഴ്സ് പാറ്റേൺ ആണ് വരുന്നത്. പല്ലു വരുന്നത് സെയിം റണ്ണിങ് മുന്താണി ആയിരിക്കും വരുന്നത്. അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് വീണ്ടും പെൻസിൽ ഗ്രേ തന്നെയാണ്. ബോഡി പ്ലെയിൻ ആണ്. സിൽക്കി കോട്ടയിൽ പ്ലെയിൻ ബോഡി വന്നിട്ട് പെൻസിൽ ഗ്രേയിലാണ് ത്രെഡ് എംബ്രോയിഡറിയും മറ്റു വാട്ടർഫോൾ സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. മുന്താണി വരുന്നത് സെയിം പാറ്റേൺ തന്നെ. പോൾക്കാ ഡോട്ടിലാണ്. ബ്ലാക്കിൽ ഗ്രേ പോൾക്കാ ഡിസൈനിലുള്ള ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ബോർഡർ. നെക്സ്റ്റ് സാരി വീണ്ടും ബ്ലാക്ക് വിത്ത് കോപ്പർ ആണ് കോമ്പിനേഷൻ വരുന്നത്. കോപ്പറിൽ തന്നെ എനിക്ക് ത്രെഡ് എംബ്രോയിഡറി വാട്ടർഫോൾ സ്വീക്കൻസ് വർക്കും ബ്ലാക്കിൽ ബോഡി പ്ലെയിൻ ആണ് വരുന്നത്. പല്ലു വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. പോൾക്കാ ഡോട്ടിലാണ്. ബ്ലാക്കിലെ കോപ്പറിലുള്ള പോൾക്കാ ഡോട്ടാണ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ബോർഡർ. ബ്ലൗസ് ഇതൊരു സ്ലീവിൻ്റെ വർക്ക് ആട്ടോ. നെക്സ്റ്റ് മറ്റേ എൻഡിൽ വീണ്ടും വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ വരും. ഇത് വരും നമ്മൾ കണ്ടത് ബ്ലാക്ക് കളക്ഷൻ വരുന്നത്. ഇനി വരുന്നത് വൈറ്റ് ആണ്. ഓഫ് വൈറ്റ് കളക്ഷൻസ് ആണ് വരുന്നത്. ഫാബ്രിക് വരുന്നത് ഒരു സോഫ്റ്റ് സെമി ചന്തേരി കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ. സ്റ്റിഫ് അല്ല കേട്ടോ, വളരെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ്. കളർ കോമ്പിനേഷൻ വൈറ്റ് വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത്. നമുക്ക് അമ്മമാർക്കെല്ലാം ചേർച്ച് വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സാരിയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലുമാണ്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ആയിരിക്കും സാരി വരുന്നത്.
ഇതാട്ടോ സാരിയുടെ പാറ്റേൺ വരുന്നത്. സ്ക്വയർ പാറ്റേണിലാണ്. സ്ക്വയർ പാറ്റേണിലുള്ള ത്രെഡ് എംബ്രോയിഡറി ആണ് ഗ്രേയിൽ വരുന്നത്. ഇതും എംബ്രോയിഡറി വർക്കാണ്. അതിൽ ഒരു മൾട്ടി കളർ കോമ്പിനേഷനിലാണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. പീച്ചാണ്, പീച്ച് വിത്ത് ഗ്രീൻ ആണ് ക്രോസ് സ്റ്റിച്ചിലുള്ള ഫ്ലോറൽ ത്രെഡ് വർക്ക് വരുന്നത്. അതിനൊരു പാർട്ടീഷനായിട്ട് വരുന്നത് ഒരു ചെക്കേർഡ് പാറ്റേൺ ആണ്. സ്ക്വയർ പാറ്റേണിലെ ബ്ലോക്സ് വരുന്നുണ്ട്. ഗ്രേയിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോർഡർ വരുന്നത് ബേബി പിങ്കിലുള്ള ഒരു 2.5 ഇഞ്ച് ബോർഡർ ആയിരിക്കും. പ്ലെയിൻ ബോർഡർ വരുന്നത് സാരിക്ക്. നല്ലൊരു പാറ്റേണാണ് വരുന്നത്. പ്ലീറ്റ്സ് വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫുൾ സാരി ഈ ഒരു പാറ്റേൺ വരുന്നത്. പല്ലു വരുന്നത് റണ്ണിങ് മുന്താണിയാണ്. ഈ സിൽവറിലുള്ള ഒരു ലൈൻസ് ആണ്, സ്ട്രൈപ്പ് ഡിസൈൻസ് ആയിരിക്കും മുന്താണിയുടെ എൻഡിൽ വരുമ്പോൾ. അതേ പാറ്റേണിൽ തന്നെ സിൽവർ ലൈൻസിലാണ് സാരിക്ക് ബ്ലൗസ് വരുന്നത്, റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി വരുന്നത് വീണ്ടും കോമ്പിനേഷൻ എല്ലാം സെയിം തന്നെ കേട്ടോ. ഓഫ് വൈറ്റ് തന്നെയാണ്. ഓഫ് വൈറ്റിലും ബേബി പിങ്ക് തന്നെ ബോർഡർ വരുന്നത്. ഇതിൽ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ കളർ മാത്രമേ മാറിയിട്ടുള്ളൂ. ഈ ഒരു സ്ക്വയർ പാറ്റേണിൻ്റെ ത്രെഡ് വർക്കും സെയിം കോമ്പിനേഷൻ തന്നെയാണ്. പെൻസിൽ ഗ്രേയിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുമ്പം ഒരു ലൈറ്റ് ചിക്കു, ഡാർക്ക് ചിക്കു ആൻഡ് ഒരു ഗ്രീൻ, ഈ ഒരു ടോണിലായിരിക്കും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫുൾ സാരി വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ്. മുന്താണി വരുന്നത് സിൽവറിലാണ്. സിൽവർ ജെറി ലൈൻസ് ആണ്. വി പാറ്റേണിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. സിൽവർ ജെറിയിൽ തന്നെയുള്ള ലൈൻസിലായിരിക്കും ബ്ലൗസ് വരുന്നത്. വീണ്ടും കോമ്പിനേഷൻ സെയിം തന്നെ. ഇത് തേർഡ് ഡിസൈൻ ആണ് കേട്ടോ. ഇതിൽ വരുന്നത്, ഇതിന് മുൻപ് സ്ക്വയർ ആയിരുന്നു പാറ്റേൺ വന്നത്. ഇതിൽ വരുമ്പോൾ ഒരു ഡയമണ്ട് പാറ്റേണിലാണ് ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഡയമണ്ട് പാറ്റേണിൽ പെൻസിൽ ഗ്രേയിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു പാറ്റേണിൽ വന്നിട്ട് പീച്ചാണ്, പീച്ച് ആൻഡ് ഗ്രീൻ ആണ് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബേബി പിങ്കിൽ തന്നെ ആയിരിക്കും ബോർഡർ വരുന്നത് സാരിക്കും. വളരെ സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ. ഇത് ചന്ദേരി കോട്ടയാണ്, സോഫ്റ്റ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. സിൽവറിലാണ്. സിൽവർ ജെറി ലൈൻസ് വരുന്നുണ്ട്. സിൽവർ ജെറിയിൽ തന്നെ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. അടുത്ത ഡിസൈൻ വരുന്നതും സെയിം പാറ്റേൺ തന്നെയാണ്. ഡയമണ്ട് പാറ്റേണിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വന്നിട്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിൻ്റെ കളർ കോമ്പിനേഷൻ മാത്രമേ മാറുന്നുള്ളൂ. ഇതിൽ വരുമ്പോൾ വീണ്ടും ലൈറ്റ് ചിക്കു, ഡാർക്ക് ചിക്കു ആൻഡ് ഒരു ഗ്രീൻ, ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. പെൻസിൽ ഗ്രേയിൽ തന്നെ ഡയമണ്ട് പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണാണ് ഫുൾ ബോഡി വരുന്നത്. ബേബി പിങ്കിൽ തന്നെ ആയിരിക്കും രണ്ട് സൈഡിലും ബോർഡർ വരുന്നത്. സിൽവർ ജെറി ലൈൻസിലുള്ള പല്ലു, സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെമി ടസ് സിൽക്കിലാണ് സാരി വരുന്നത് കേട്ടോ. സെമി ടസ് സിൽക്കിന് നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഒരു ഓണിയൻ പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. ഇതിൽ അബ്സ്ട്രാക്ട് ഡിസൈൻസ് ആണ്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള അബ്സ്ട്രാക്ട് പ്രിന്റ് ആണ് ബോഡിയിൽ വരുന്നത്. സാരി സിമ്പിൾ ബോർഡർ ആണ്. ഒരു 2 ഇഞ്ച് ബോർഡർ ആയിരിക്കും വരുന്നത്. ഇതിലൊരു ടെമ്പിൾ ഡിസൈൻസ് വന്നിട്ട് അതിലായിരിക്കും ബോർഡർ വരുന്നത്. 2 ഇഞ്ചിനുള്ള ബോർഡർ ആയിരിക്കും രണ്ട് സൈഡിലും വരുന്നത്. ഫുൾ സാരി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. അബ്സ്ട്രാക്ട് പ്രിന്റ് വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. ഒരു ലൈൻസ് ആണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് റണ്ണിങ് ബ്ലൗസ് ആണ്. സെയിം ഈ ഒരു ഓണിയൻ പിങ്കിൽ തന്നെ ഒരു പ്രിന്റഡ് ബ്ലൗസ് ആയിരിക്കും സാരിക്ക് വരുന്നത്. സെമി ടെസറിൽ അടുത്ത കളർ വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. പേസ്റ്റൽ ഗ്രീൻ ആണ്. ഇതിലും ഒരു ഫിഗർ പ്രിന്റ് ആട്ടോ സാരിയുടെ ബോഡി വരുന്നത്. ഫിഗേഴ്സ് വരുന്നുണ്ട്. ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട് സാരിയുടെ ബോഡി. ഓഫ് വൈറ്റിലായിരിക്കും പ്രിന്റ് വരുന്നത്. ഡബിൾ സൈഡിലും ടെമ്പിൾ വീവിലാണ്, ടെമ്പിൾ മൂവ്മെന്റ് പാറ്റേണിലുള്ള ഒരു 2 ഇഞ്ച് ബോർഡർ വരുന്നുണ്ട്. ലാവൻഡർ ആണ് പല്ലു. ലാവൻഡറിലുള്ള ലൈൻസ് ആണ്. സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും മുന്താണി വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്രിന്റിൽ തന്നെയാണ്. സെൽഫ് ഡിസൈനിൽ തന്നെയായിരിക്കും പിസ്ത ഗ്രീനിലെ ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ വരുന്നത് പൗഡർ ബ്ലൂ ആണ്. പൗഡർ ബ്ലൂവിലായിരിക്കും സെയിം പാറ്റേൺ തന്നെ വരുന്നത്. ഫിഗർ പ്രിന്റ് വന്നിട്ട് ഡബിൾ സൈഡിലും ബോർഡർ വരുന്നത്. ആൻറ്റീക് ഷെയ്ഡിലുള്ള 2 ഇഞ്ച് ബോർഡർ വരുന്നുണ്ട്. പല്ലു ഈ ഒരു പാറ്റേണിൽ വരുന്നത്. ഒരു മൗണ്ട് ടോണിലാണ് ലൈൻസ് വരുന്നത് സാരിയിൽ. പ്രിന്റഡ് ബ്ലൗസ് ആണ്. നല്ലൊരു പേസ്റ്റൽ ചാർട്ടിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. ഒരു ഡസ്റ്റി ഗ്രേ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഓഫ് വൈറ്റ് തന്നെയുള്ള ഫിഗർ പാറ്റേൺസ് ആയിരിക്കും ബോഡി വരുന്നത് കേട്ടോ. ഫുൾ ഒരു ആൾരൂപങ്ങളാണ് പ്രിന്റ് ആയിട്ട് വരുന്നത് എല്ലാ സാരീസിനും. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ആൻറ്റീക് ഷെയ്ഡിലായിരിക്കും ബോർഡർ വരുന്നത്. പിങ്കിലാണ്, ബേബി പിങ്കിലാണ് ലൈൻസ് വരുന്നത്. ഗോൾഡൻ ജെറി ലൈൻസ് വരുന്നുണ്ട്. പ്രിന്റഡ് ബ്ലൗസ് ആയിരിക്കും വരുന്നത്. സെൽഫ് കളറിൽ തന്നെ. ലാവൻഡർ ഷെയ്ഡിലാണ് അടുത്ത സാരി. ലാവൻഡറിലും ഓഫ് വൈറ്റ് തന്നെയാണ് പ്രിന്റ് വരുന്നത്. ഫുൾ ബോഡി വരുന്നുണ്ട്. ഡബിൾ സൈഡ് ബോർഡർ. ഇതിന്റെ കോമ്പിനേഷൻ ലാവൻഡർ വിത്ത് ഗ്രീൻ ആണ്. പിസ്ത ഗ്രീൻ ആണ് പല്ലു വരുന്നത്. ലാവൻഡറിൽ തന്നെ പ്രിന്റഡ് ബ്ലൗസ് ആയിരിക്കും വരുന്നത്. അക്വ ഗ്രീൻ ആണ് നെക്സ്റ്റ് സെമി ഡ്രസ് സിൽക്ക് സാരി വരുന്നത്. അക്വ ഗ്രീനിലും ഓഫ് വൈറ്റ് തന്നെയാണ് എല്ലാ സാരിക്കും ഡിസൈൻസ് വരുന്നത്. ഒരു ഫിഗർ മോട്ടീവ്സും വരുന്നുണ്ട്. ഒരു ഫ്ലോറൽ പാറ്റേണും വരുന്നുണ്ട് സാരിയിൽ. ഡബിൾ സൈഡിലും ടെമ്പിൾ വീവിലാണ് ബോർഡേഴ്സ് വരുന്നത്. കോമ്പിനേഷൻ വരുന്നത് ഈ സാരിക്ക് വരുമ്പോൾ ഒരു ലാവൻഡർ തന്നെ, ഒരു പേർപ്പിൾ ചേർന്ന് വരുന്ന ഒരു ലാവൻഡർ ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡിലായിരിക്കും ലൈൻസ് വരുന്നത്. സ്ട്രൈപ്പ് ഡിസൈൻസ്. റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വരുന്നത് ഡോള സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ബാത്തിക് പ്രിന്റ് ആണ് ത്രൂ ഔട്ട് ബോഡി വരുന്നത്. ഒരു ഡാർക്ക് മസ്റ്റ് ഷെയ്ഡിൽ ഒരു മെറൂൺ ബാത്തിക് പ്രിന്റ് ആണ് ഫുൾ സാരി വരുന്നത്. കൂടാതെ രണ്ട് സൈഡിലും ബോർഡർ വരുന്നത് ബനാറസി വി പാറ്റേണിലായിരിക്കും രണ്ട് സൈഡിലും ബോർഡർ വരുന്നത്.
മുന്താണി വരുന്നത് ബാത്തിക്കിൽ തന്നെയാണ്. ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് മെറൂണിലാണ്, വിത്ത് ബോർഡർ ആയിരിക്കും ബ്ലൗസ്. അടുത്ത സാരി വരുന്നത് കോമ്പിനേഷൻ സെയിം തന്നെയാണ്. ഡാർക്ക് മസ്റ്റേർഡ് വിത്ത് റെഡിഷ് മെറൂൺ ആണ് ബാത്തിക് പ്രിന്റ് വരുന്നത്. ഫുൾ ബോഡി വരുന്നത് ബാത്തിക് ഡിസൈനിലായിരിക്കും. ഷോർട്ട് അലോങ് ബോർഡറാണ് വരുന്നത്. അതും ഒരു ബാവഞ്ചി സ്റ്റൈലാണ് ബോർഡർ വരുന്നത് സാരിക്ക്. മുന്താണി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. സാരിയിലെ ബാത്തിക് പ്രിന്റ് വന്നിട്ട് ഗോൾഡൻ സെറി ലൈൻസ് വരുന്നുണ്ട്. മുന്താനിയുടെ എൻഡിൽ വരുമ്പോൾ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സോഫ്റ്റ് സിൽക്ക് ആണ് നെക്സ്റ്റ് സാരി വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക്, വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ മെറ്റീരിയൽ വരുന്നത്. നമുക്കൊരു ഫെദർ ലൈറ്റ് എന്ന് പറയാം സാരി, അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ് സാരി. ട്രാൻസ്പെറന്റ് ആണ് അല്ല. ഒരു ഫ്ലോറൽ ഡിസൈൻസും ജോമെട്രിക്കൽ പ്രിന്റും ആണ് സാരിയുടെ ബോഡി വരുന്നത്. കളർ വരുന്നത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ നേവി ബ്ലൂ കൂടി ചേർന്ന് വരുന്ന ഒരു കളറാണ് കേട്ടോ സാരിയുടെ ബോഡി വരുന്നത്. മിഡിൽ ഏരിയ വരുമ്പോൾ ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നത് ഒരു ജോമെട്രിക്കൽ പ്രിന്റും അത് കഴിഞ്ഞ് കാന്ത വർക്കാണ്. സാരിയുടെ ലോവർ ബോർഡറും അപ്പർ ബോർഡറും വരുന്നത്. ഒരു മൾട്ടി കളറിലായിരിക്കും കാന്ത സ്റ്റിച്ച് വരുന്നത്. ബോഡിയുടെ അതേ കളറിലുള്ള പൈപ്പിംഗ് ആയിരിക്കും എഡ്ജിൽ വരുന്നത്. നല്ലൊരു ചില്ലി റെഡിൻ്റെ ഒരു ബീഡിങ് വന്നിട്ട് അതിലാണ് വരുന്നത്. ഫുൾ സാരി ഈ ഒരു പാറ്റേൺ തന്നെ വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് ആൻഡ് ജോമെട്രിക്കൽ പ്രിന്റ് വരുന്നുണ്ട്. പല്ലു വരുന്നത് പ്രിന്റഡ് പല്ലു. ഇതിന്റെ ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. പ്രിന്റഡ് ബ്ലൗസ് ആയിരിക്കും സാരിക്ക് വരുന്നത്, കോൺട്രാസ്റ്റ് ആയിട്ട്. ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് സാരിയാണ് ഇനി വരുന്നത്. അജ്രക് ഡിസൈനിലാട്ടോ, സോഫ്റ്റ് സെമി സിൽക്ക് തന്നെ ഫാബ്രിക് വരുന്നത്. അജ്രക് ഡിസൈൻസ് ആയിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. കളർ കോമ്പിനേഷൻ വരുന്നത് ഒരു മെറൂൺ ചേർന്ന് വരുന്നൊരു ഡാർക്ക് ബ്രൗൺ ആണ് സാരിയുടെ കോമ്പിനേഷൻ. നല്ലൊരു ഷെയ്ഡാണ്. പൈപ്പിംഗ് അറ്റാച്ച്ഡ് ആണ്. എഡ്ജിൽ വരുമ്പോൾ പൈപ്പിംഗ് വരുന്നുണ്ട്. ഫുൾ പാറ്റേൺ ഇങ്ങനെ വരുന്നത് അജ്രക് ഡിസൈനിലായിരിക്കും. മുകൾ ഭാഗം വരുമ്പോൾ പ്ലെയിൻ വന്നിട്ട് അതിലായിരിക്കും പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുന്നത്. പല്ലു അജ്രക് പ്രിന്റിൽ തന്നെ ആയിരിക്കും മുന്താണി പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്രിന്റഡ് ബ്ലൗസ്.